ഹായ് എവരിവൺ, വെൽക്കം ടു അനു സ്പൂൺ ഓഫ് മാജിക്. ഇന്ന് നമുക്ക് ഇഡലി പാത്രത്തിൽ ഒരു അടിപൊളി മാർബിൾ കേക്ക് ആയാലോ? അപ്പം നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു മാർബിൾ കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് മൈദ, 2 മുട്ട. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത്, റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പ് മാറിയതിന് ശേഷമേ എടുക്കാവൂ. 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇനി ഒരു ഇഡലി പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ച് അടച്ച് വെച്ചൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് നന്നായി മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം 3 മിനിറ്റ് നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ടയുടെ സ്മെല്ല് മാറാനായി കുറച്ച് ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് ഒന്നുകൂടി 3 മിനിറ്റ് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്ക് മൈദ ഇതുപോലെ ഒരു അരിപ്പയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി അരിച്ചെടുക്കാം. കേക്ക് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് അല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർക്കാൻ മറക്കരുത്, സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പായി പോയതാണ്. ഇനി ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ഇതുപോലെ നന്നായി കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ഒരു റിബൺ ടെക്സ്ചറാണ് നമ്മുടെ കേക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സെയിം സൈസുള്ള 2 ബൗളാണ്. ഇതിലോട്ടേക്ക് ബാറ്റർ ഈക്വലായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈക്വലായി നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഒരു ബൗളിലോട്ടേക്ക് കുറച്ച് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി തട്ട് ഒരു ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഗീയോ എന്ത് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായി പ്ലെയിൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓൾട്ടർനേറ്റായി ഓരോ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒരു ലെയർ ഉണ്ടാക്കിയെടുക്കണം. ബാറ്റർ ഒരിക്കലും നിറയെ ഒഴിക്കരുത്. അപ്പോൾ ഇതുപോലെ ഇനി എല്ലാത്തിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ബാറ്റർ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ 2 തട്ട് ഞാൻ ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. 3ാമത്തെ തട്ട് മുതലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ 3 തട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ബാറ്റർ വെച്ച് അപ്പോൾ നമുക്ക് 12 കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് 3ാമത്തെ തട്ട് കൂടി വെച്ച് കൊടുക്കാം.
അതിന് മുകളിൽ ഞാൻ വേറൊരു തട്ടുകൂടി വെക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ മുകളിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്ത് വെച്ചാൽ ഇത് അടച്ച് വെക്കുമ്പോൾ ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നല്ല ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ മിഡിലായിട്ടൊന്ന് നമുക്ക് കുത്തി നോക്കാം. അപ്പം നമ്മുടെ ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡലി പാത്രത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം കോഫി പൗഡറോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതോ എന്ത് വേണേലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.